നമസ്കാരം ഫ്രണ്ട്സ്. ഒരു കഥ പറയാം. ഒരു ഗ്രാമത്തിൽ ഒരു ശില്പി ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ സുന്ദരമായ ശില്പങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അതിന് അദ്ദേഹത്തിന് വളരെ പൈസയും കിട്ടിയിരുന്നു. അദ്ദേഹത്തിന് ഒരു മകനുണ്ടായി. ചെറുപ്പം മുതലേ അവൻ അച്ഛൻ്റെ കൂടെ ശില്പമുണ്ടാക്കാൻ പഠിച്ചു. അവൻ നല്ല ശില്പങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഓരോ പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴും അച്ഛൻ എന്തെങ്കിലും ഒരു കുറവ് കാണിച്ചു കൊടുക്കും. മോൻ അതിൽ സന്തോഷമായിരുന്നു. ഓരോ പ്രാവശ്യവും ഉണ്ടാക്കുമ്പോഴും പറയുന്ന തെറ്റുകൾ അവൻ തിരുത്തിക്കൊണ്ടിരുന്നു. ഇങ്ങനെ നിരന്തരം ചെയ്തുകൊണ്ടിരുന്ന തിരുത്തലുകൾ അവനെ വലിയൊരു ശില്പകാരനാക്കി മാറ്റി. ആളുകൾ അവൻ്റെ ശില്പങ്ങൾ കൂടുതൽ വില കൊടുത്തു വാങ്ങാൻ തുടങ്ങി. എന്നാൽ അച്ഛനുണ്ടാക്കുന്ന ശില്പം ഇപ്പോഴും പഴയ വിലയ്ക്ക് മാത്രമേ ആളുകൾ വാങ്ങിയിരുന്നുള്ളൂ. എന്നാലും അയാൾ മകനുണ്ടാക്കുന്ന ശില്പങ്ങളിൽ എന്തെങ്കിലും കുറവുകൾ കണ്ടുപിടിച്ചിരുന്നു. കുറച്ചു ദിവസമൊക്കെ അവനിത് കേട്ടു. എന്നാൽ ഇപ്പോൾ മോനത് ഇഷ്ടപ്പെടാതെയായി. ഒരു ദിവസം അവനത് പ്രകടിപ്പിക്കുകയും ചെയ്തു. അച്ഛനും അത്ര വലിയ ശില്പിയൊന്നുമല്ല. അച്ഛനേക്കാൾ കൂടുതൽ നല്ല ശില്പങ്ങൾ എൻ്റേതാണ്. ആളുകൾ വില തരുന്നതും എൻ്റെ ശില്പങ്ങൾക്കാണ്. അന്നു മുതൽ അച്ഛൻ മകൻ്റെ ശില്പങ്ങൾക്ക് അഭിപ്രായം പറയൽ നിർത്തി. കുറച്ചു കാലം കടന്നുപോയി. പതുക്കെ പതുക്കെ മോൻ്റെ ശില്പങ്ങളുടെ ഡിമാൻഡ് കുറഞ്ഞു വന്നു. ആളുകൾ കൊടുക്കുന്ന വിലയും കുറഞ്ഞു വന്നു. അവന് കാര്യമൊന്നും മനസ്സിലായില്ല. ഒടുവിൽ അവൻ അച്ഛനോട് കാര്യങ്ങൾ പറഞ്ഞു. എല്ലാം കേട്ടു നിന്നിട്ട് അച്ഛൻ പറഞ്ഞു, ഇങ്ങനെ ഒരു ദിവസം ഉണ്ടാകുമെന്ന് എനിക്കറിയാമായിരുന്നു. അച്ഛൻ അറിയാമായിരുന്നോ ഇങ്ങനെ വരുമെന്ന്? മോൻ തിരക്കി. അറിയാമെന്ന ഭാവത്തിൽ തലയാട്ടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇതുപോലെ ഒരു അവസ്ഥയിൽ ഞാനും വന്നിരുന്നു. മോൻ ചോദിച്ചു, എന്നിട്ട് എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? അച്ഛൻ മറുപടി പറഞ്ഞു, നീ കേൾക്കാൻ ഒരുക്കമായിരുന്നില്ല. എനിക്കറിയാം, ഞാൻ നിന്റെ അത്ര നല്ല ശില്പിയല്ല. ഞാൻ പറയുന്ന എല്ലാം ശരിയാകണമെന്നുമില്ല. ഞാൻ പറയുന്നത് കൊണ്ടാണ് നീ നല്ല ശില്പം ഉണ്ടാക്കുന്നത് എന്ന് ഞാൻ കരുതുന്നുമില്ല. എന്നാൽ ഞാൻ നിന്റെ ശില്പങ്ങളിൽ കുറവ് കാണിക്കുമ്പോൾ അത് നിന്നെ കൂടുതൽ നന്നാക്കാൻ പ്രേരിപ്പിച്ചു. നീ അതിന് ശ്രമിച്ചുകൊണ്ടിരുന്നു. അതായിരുന്നു നിന്റെ വിജയ രഹസ്യം. എന്നാൽ നീ പൂർണ്ണനായി എന്ന് കരുതിയപ്പോൾ നിന്റെ വളർച്ച നിലച്ചു. പതുക്കെ പതുക്കെ ആളുകൾക്ക് നിന്നിൽ ഒരു പുതുമയുമില്ലാതായി. അങ്ങനെ നിന്റെ ഡിമാൻഡ് കുറഞ്ഞു, നിന്റെ ശില്പങ്ങളുടെ വിലയും കുറഞ്ഞു. കുറച്ചു നേരം ശാന്തമായിരുന്നിട്ട് മകൻ ചോദിച്ചു, ഇനി ഞാൻ എന്ത് ചെയ്യണം? ചിരിച്ചുകൊണ്ട് അച്ഛൻ പറഞ്ഞു, ഇന്നു മുതൽ ഒരു പുതിയ വിദ്യാർത്ഥിയായി പഠിച്ചുകൊണ്ട് ശില്പങ്ങൾ ഉണ്ടാക്കൂ. ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട് എന്ന ബോധ്യത്തോടെ മുന്നോട്ട് പോയാൽ ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ നിനക്കെത്താൻ പറ്റും. വലിയ വില നൽകി ആളുകൾ നിന്റെ ശില്പങ്ങൾ വാങ്ങുകയും ചെയ്യും. പഠനം ഒരിക്കലും പൂർത്തിയാകുന്നില്ല. ജീവിതാവസാനം വരെ നമ്മൾ വിദ്യാർത്ഥികളാണ്. പ്രിയ സുഹൃത്തെ, താങ്കൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ, മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമാവുമെന്ന് തോന്നുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ.